ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മക്രോണിയാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ കുറച്ച് സവാള, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഒരു ചെറിയ പീസ് ചിക്കൻ എടുക്കണം. അത് ബോൺലെസ് ആയിരിക്കും നല്ലത്. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചിക്കൻ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ചെറുതായിട്ട് സോൾട്ടും പെപ്പറും ഇട്ടിട്ട് പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നമ്മൾ പിന്നെ ചേർത്തത് ചിക്കൻ മസാലയാണ്. പിന്നെ ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ ആവാനായിട്ട് കുറച്ച് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായി ചിക്കനെ യോജിപ്പിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മാക്രോണിയൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ടുണ്ടാക്കാം. ചിക്കന് ഇടണമെങ്കിൽ ചിക്കൻ ഇടാം, മഷ്റൂം ആണെങ്കിൽ മഷ്റൂം ഇടാം, ക്യാരറ്റ് ഇടാം. അപ്പം നമുക്ക് ഏതാണ് ഇഷ്ടം അതനുസരിച്ച് ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. ഇത് വൈറ്റ് സോസ് വെച്ചൊന്നും ഉണ്ടാക്കുന്നതല്ല, സാധാ പാസ്ത മോഡലല്ല, സാധാ നമ്മുടെ ഒരു ഇന്ത്യനൈസ്ഡ് വേർഷനാണ്. അപ്പോൾ ചിക്കനിൽ നല്ല രീതിയിൽ ഉപ്പും മുളകൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് മക്രോണി വേവിക്കാനായിട്ട് വെക്കാം. സാധാരണ ചെയ്യുന്നത് തന്നെ ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് നികയ്ക്ക വെള്ളം ഒഴിച്ചാണ് നമ്മൾ മക്രോണി വേവിക്കാൻ വെക്കുന്നത്. ഒട്ടാതിരിക്കാനായിട്ടാണ് ഉപ്പും ഓയിലും നമ്മൾ ചേർക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മക്രോണി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ അധികം ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ബട്ടറിലാണ് ഫ്രൈ ചെയ്തേക്കുന്നത്. ഏത് ഓയിലിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ദേശീയ ഫുഡല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ബട്ടറിലൊന്ന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാനായിട്ടൊന്ന് ബട്ടറിൽ സോട്ട് ചെയ്തതേ ഉള്ളൂ. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മാക്രോണി വെന്തിട്ടുണ്ട്. അപ്പോൾ മാക്രോണി നമുക്ക് നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് സോട്ട് ചെയ്യാം. അതേ പാനിൽ തന്നെ ബട്ടർ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ബട്ടറിലോട്ടിട്ട് നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കം എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിലോട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ സോയാ സോസോ ടൊമാറ്റോ സോസോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ നമുക്ക് അതിന് ടേസ്റ്റ് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചേർക്കാൻ. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മക്രോണി മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.